أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. صدق الله العظيم. قال رسول الله صلى الله عليه وسلم اغتنم 5 قبل 5 إلى آخر الحديث. صدق رسول الله صلى الله عليه وسلم. അർഹമറാഹിമായ ദയാലുവായ റബ്ബ് നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ പരിപാവനമായ ഈ മാസത്തിൽ, പുണ്യമായ ഈ ഭവനത്തിൽ, ഏറെ പവിത്രതയുള്ള ഈ ദിവസത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ അവർണ്ണനീയമായ അതുല്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയവരോടൊപ്പം എല്ലാം സംഗമിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് പടച്ചവനെ ഇബാദത്ത് ചെയ്യുന്ന സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട് ബർസഖ് ഈ ലോകത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം പരിശുദ്ധമായ സമയത്തിൻ്റെ ഈ ഭവനത്തിൻ്റെ എല്ലാം ഹക്ക് വറക്കത്തും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. യുദ്ധക്കെടുതികൾ മൂലം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഒരുപാട് കർമ്മങ്ങൾ നാം തന്നെ ചെയ്തതിന് ശേഷം ഈ പുണ്യമായ അള്ളാഹു പവിത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തന്നെ എടുത്തു പറഞ്ഞ ദുൽഹജ്ജിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 29 അന്ന് പിറ കണ്ടാൽ അടുത്ത ബുധനാഴ്ച മുഹറം 1 അല്ലെങ്കിൽ വ്യാഴാഴ്ച 30 ഉണ്ടെങ്കിൽ ദുൽഹജ്ജ് 30 പൂർത്തീകരിച്ചാണെങ്കിലും വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് മുഹറം 1 അള്ളാഹു നമ്മുടെ കഴിഞ്ഞുപോയ ഒരു വർഷം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും പരിപൂർണമായും കബൂലാക്കുമാറാകട്ടെ. ശേഷിക്കുന്ന ശിഷ്ടജീവിതം പടച്ചറബിന് വഴിപ്പെട്ട നിലയിൽ ഹബീബായ നബി തങ്ങളുടെ വഴിയിലായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറമിനെ സംബന്ധിച്ചിടത്തോളം നാം എല്ലാവരും ഒരു തിരിഞ്ഞുനോട്ടമാണ് നടത്തേണ്ടത്. കേവലം പുതുവത്സരം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് കലണ്ടർ നോക്കിയിട്ടല്ല നമ്മുടേതായ പ്രധാനപ്പെട്ട ശരീഅത്തിന്റെ കാര്യങ്ങളൊന്നും നിർവഹിക്കേണ്ടത്. മറിച്ച് നാം എല്ലാവരും പ്രാധാന്യം കൊടുക്കേണ്ടതും പ്രാധാന്യം നൽകേണ്ടതുമായ ഒന്നാണ് ഹിജ്രി കലണ്ടർ എന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവത്സരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സാധാ ഒരു ഇംഗ്ലീഷ് കലണ്ടറിന്റെ പുതുവത്സരമാകുമ്പോൾ നാം എല്ലാവരും ആശംസ അറിയിക്കാറുണ്ട്, അതിലാഘോഷിക്കാറുണ്ട്. പുതിയൊരു വർഷം കടന്നു വരുന്നു, അതിൽ ആഹ്ലാദ ഭരിതരായി നാം എല്ലാം വളരെയേറെ സന്തോഷിക്കാറുണ്ട്. നമ്മുടെ മക്കളെല്ലാം സന്തോഷം പങ്കിടാൻ പറ്റുന്ന എവിടെയൊക്കെയുണ്ട് അവിടെയെല്ലാം പോയി അവരെല്ലാം അതിലടിമപ്പെട്ടു പോകുന്ന രീതിയിൽ വളരെയേറെ ആഹ്ലാദിക്കാറുമുണ്ട്. കാലഘട്ടത്തിന്റെ
പോക്കുകളിലൂടെ നാം ഓരോരുത്തരും അത് കാണുന്നവരുമാണ്. എങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ഒരു മുഅ്മിൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ, ഒരു മുസ്ലിമായി ജീവിക്കുമ്പോൾ, ഒരു മനുഷ്യൻ പുതുവത്സരമായി നാം കാണേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര നടത്തി അള്ളാഹുവിൻ്റെ വിധിയോടുകൂടി തന്നെ. പടച്ചറപ്പ് പറഞ്ഞു മദീനയിലേക്ക്, യസ്രിബിലേക്ക് യാത്രയാകാൻ. ആ യാത്രയായ ആ കാലഘട്ടത്തെ അടിസ്ഥാനപ്പെടുത്തി ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റമിത്രം സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഈ കലണ്ടർ നമുക്ക് ഉണ്ടാക്കി നൽകുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ആഹ്ലാദിക്കുകയല്ല വേണ്ടത്, സന്തോഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ ഒരു വയസ്സ് കുറഞ്ഞു എന്ന് വേണം നാം ചിന്തിക്കാൻ. ഒരു വയസ്സ് കുറഞ്ഞു എന്ന് മാത്രമല്ല, അതിൽ വേറെ ചിന്തിക്കാനായി നാം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനായി ഹബീബായി തങ്ങളുടെ വാക്കിന് വില കൊടുക്കുന്നതായി നാം ചിന്തിക്കേണ്ട ഒന്ന്, നാം നമ്മുടെ മരണത്തിലേക്ക് മടുത്തു എന്നതാണ്. വീണ്ടും ഒരു മുഹറം കൂടി കടന്നു വരുന്നു, നമ്മുടെ അടുക്കലേക്ക് മരണം ഇതാ അടുത്തു വരുന്നു എന്നുള്ള ചിന്ത. ആയുസ് കുറഞ്ഞു. മുമ്പുണ്ടായിരുന്ന ആരോഗ്യമൊന്നും നമുക്ക് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആരോഗ്യമല്ല ഇപ്പോൾ. ഒരു വർഷം മുമ്പ് ചിലപ്പോൾ പല രോഗങ്ങളും നമ്മിൽ ഉണ്ടായി കാണില്ല. പക്ഷെ ഒരു വർഷത്തിന് ശേഷം പല രോഗങ്ങളും ചിലപ്പോൾ നമ്മയൊക്കെ പിടിപെട്ടിട്ടുണ്ടാകാം. ഒരു വർഷത്തിന് മുമ്പ് പലരും നമ്മുടെ കൂടെ ഈ സമയത്തിൽ കഴിഞ്ഞ ദുൽഹജ്ജിൽ കഴിഞ്ഞവരുണ്ടാകാം. ഇന്നവരൊക്കെ ചിലപ്പോൾ പല പള്ളിക്കാട്ടിലെയും ആറടി മണ്ണിലെ അന്ത്യവിശ്രമം കൊള്ളുകയായിരിക്കും. ഇനി വരുമ്പോൾ അടുത്ത മുഹറമിൽ ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ച് ഈ മിമ്പറിൽ നിന്ന് സംസാരിക്കുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ മുന്നിൽ നിങ്ങളിൽ പലര് കാണുമോ അടുത്ത വർഷം എന്നെനിക്കറിയില്ല. ജീവിച്ചിരിക്കുന്ന സമയത്തിൽ നന്മകൾ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലും അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലും സംസാരിക്കുമ്പോൾ നബി തങ്ങൾ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ് നന്മകൾ ചെയ്യുക, മരണം ഏറ്റവും അടുത്താണ്. ഒരു ബുദ്ധിമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് ഹബീബായി തങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്നവരും മരണചിന്തയോടുകൂടി ജീവിക്കുന്നവരുമാണ് എന്നാണ്. ഈ പുതുവത്സരത്തിലേക്ക് നാം കിടക്കുമ്പോൾ നാം എല്ലാവരും രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, നമ്മുടെ ആയുസ് കുറയുകയാണ്. മറ്റൊന്ന്, മരണത്തിലേക്ക് അടുക്കുകയാണ്. എത്രയൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റുമോ, പോയവർക്കെല്ലാം ചിലപ്പോ അവർക്ക് ഒരു അവസരം കിട്ടാൻ ബർസഖി ലോകത്തിൽ കഴിയുന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഒരു നിമിഷമെങ്കിലും ഈ ദുനിയാവിലേക്ക് ഒന്ന് വിടൂ അല്ലാഹ് എന്ന് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരുടെ അവസരമെല്ലാം കഴിഞ്ഞു പോയി. ഇനി നന്മകൾ ചെയ്യാൻ അവസരമില്ല. ജീവിച്ചിരിക്കുന്ന നമുക്കിനി അതിന് അള്ളാഹു അവസരം നൽകിയിരിക്കുകയാണ്. മരണാസന്നമായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ കടന്നു വരും. റൂഹ് പിടിക്കാനായി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ മോശമായ ഒരു മനുഷ്യന്റെ അവസ്ഥ വളരെയേറെ ത്യാഗപൂർണമായിരിക്കും. ഒരു നല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ എത്ര നേർമയാക്കി അവന്റെ റൂഹ് പിടിക്കാൻ കഴിയുമോ അത്രമേൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേർമയാക്കും. അവനെ മലക്കുകളുടെ അകമ്പടിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ആരാമങ്ങളിലേക്ക് അവന്റെ റൂഹിനെ എത്തിക്കുന്നത് പോലെ അവന്റെ റൂഹിനെ ചിലപ്പോ അള്ളാഹു വിശ്രമ സ്ഥലത്താക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നാം എല്ലാവരും ജീവിച്ചിരിക്കുന്ന ഈ സമയത്തിൽ നന്മകൾ എത്രമേൽ ചെയ്യാൻ പറ്റുമോ, ഞാൻ പറഞ്ഞതുപോലെ ഖബറിൽ കിടക്കുന്ന ആളുകൾ, മരണാസന്നമായി കിടക്കുന്ന ആളുകളെല്ലാം ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാം. وَأَنْفِقُوا مِمَّا رَزَقْنَاكُمْ مِنْ قَبْلِ أَنْ يَأْتِيَ أَحَدَكُمُ الْمَوْتُ فَيَقُولَ رَبِّ لَوْلَا أَخَّرْتَنِي. അവസാനം തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പായി അള്ളാഹുവിനോട് അവൻ കേണപേക്ഷിക്കും. നമ്മുടെ മുന്നിൽ പലരുടെയും മരണത്തെ കണ്ടവരാണ് നാം. ചിലപ്പോൾ നമ്മുടെ വാപ്പയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ നമ്മുടെ ബന്ധുമിത്രാദികളുടെയൊക്കെ കണ്ടിട്ടുള്ളവരായിരിക്കാം നാം. അവരെല്ലാവരും
അവരുടെ അവസാന സമയത്ത് അവരെല്ലാം പറഞ്ഞു പോയി, റബ്ബി ലൗലാ അഖർതനി, കുറച്ചു സമയം എനിക്ക് താള്ള, കുറച്ചു സമയം തരൂ റബ്ബേ. അതിനെ എങ്ങനെ അർത്ഥം വെക്കണമെന്ന് എനിക്കറിയില്ല. ആ കുറച്ചു സമയം, ഇല അജലിൽ കരീം, ഒരു നിമിഷത്തേക്ക്, ഒരു സെക്കൻഡ് ആയിരിക്കാം അവർ ചോദിക്കുന്നത്. ഞാൻ സദക്ക ചെയ്യാമല്ല, ഞാൻ സജ്ജനങ്ങളിൽ പെടാം റബ്ബേ എന്നവൻ. എല്ലാ മനുഷ്യനും നാം നാളെ അല്ലെങ്കിൽ ഇന്ന് നാം മരണത്തെ അഭിമുഖീകരിക്കേണ്ടവരാണോ? നാമും പറയും റബ്ബി ലൗലാ അഖർതനി, കുറച്ചു സമയം തരൂ റബ്ബേ. അപ്പൊ പിന്നെ പള്ളിയിൽ ഇരിക്കാൻ അവസരമില്ല, പിന്നെ 2 റക്അത്ത് ചോദിക്കാൻ പിന്നെ അവസരമില്ല. തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കുന്നതോടുകൂടി ഈ ദുനിയാവിലെ ചാൻസ് എല്ലാം നമ്മുടെ കഴിയുകയാണ്. മുഹറമിലേക്ക് കടക്കുമ്പോൾ നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയം, എൻ്റെ ജീവിതത്തിൽ അടിപൊളി ഒരു മാറ്റം വേണം. ഇതുവരെ ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ അഹങ്കരിക്കുകയല്ല വേണ്ടത്, ചെയ്ത നന്മകൾ കുറഞ്ഞു പോയല്ലോ എന്നോർത്ത് കരയുക. ഒരിക്കൽ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അടുക്കൽ വരുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, നബിതങ്ങളിൽ ഏറ്റവും മനോഹരമായി കണ്ട ഒരു നിമിഷം ഏതാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആയിഷ ബീവി മറുപടി പറഞ്ഞു, നബിതങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന എല്ലാ സമയവും മനോഹരമാണ്, ഞാനതിൽ ഏത് പറയും? അല്പം ഒന്ന് ആയിഷ ബീവി കരഞ്ഞിട്ട് മഹാനായ അബ്ദുല്ലാഹ് ബിൻ ഉമറിന് മറുപടി കൊടുത്തു, ഒരിക്കൽ എൻ്റെ ദിവസമായിരുന്നു, എൻ്റെ ഊഴമായിരുന്നു. നബിതങ്ങൾ എന്നോടൊപ്പം കഴിയുന്ന രാത്രി എൻ്റെ വീട്ടിലേക്ക് വന്നു, എൻ്റെ കൂടെ കടന്നു, എൻ്റെ പുതപ്പിൻ്റെ അടിയിലായി. നബിതങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ചു, എന്നെ ചുംബിച്ചു, ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. അതിനുശേഷം ഹബീബായ തങ്ങൾ എന്നോട് അനുവാദം ചോദിച്ചു, ആയിഷ ഞാൻ നിസ്കരിച്ചോട്ടെ? എല്ലാ കാര്യങ്ങൾക്കും തുറന്ന മനസ്സോടുകൂടി അനുവാദം ചോദിക്കുന്ന നബി, അതാരാണെങ്കിലും, പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനോ ഇല്ലാതെ എല്ലാവരെയും പരിഗണിക്കുന്ന നബി അന്ന് ഊഴമായിരുന്ന ആയിഷ ബീവിയോട് ചോദിക്കാതെ വേണമെങ്കിൽ എഴുന്നേറ്റ് പോകാം. ആയിഷ ഒന്നും മറുപടി പറയില്ല. പക്ഷേ ഏറ്റവും നല്ല ഭർത്താവ്, ഖൈറു മത്താഇ ദുനിയ, ദുനിയാവിലെ ഏറ്റവും വലിയ, പടച്ചറപ്പിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്വീകാര്യതയുള്ള ഒരു കാര്യം എന്നത് ഉത്തമമായ ഭാര്യയാണെന്ന്. ആ ഉത്തമമായ ഭാര്യയോട് എത്രമേൽ നന്നായി ഭർത്താവിന് നിൽക്കാൻ കഴിയുമോ അവനാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഉത്തമൻ. പടച്ചറപ്പിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാണ് സ്ത്രീകൾ എന്നത്. അവരോട് എത്രമേൽ നന്നായി നിൽക്കാൻ പറ്റുമോ അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമർ. ഒരു സ്ത്രീയോട് എത്രമേൽ നന്നായി നിൽക്കാൻ പറ്റുന്ന ഭർത്താവുണ്ടോ അവനാണ് സമൂഹത്തിൽ പടച്ചറപ്പിന്റെ അടുക്കൽ ഏറ്റവും വലിയ മാന്യൻ. ഹബീബായ തങ്ങൾ അനുവാദം ചോദിച്ചു, നബിതങ്ങളോട് അനുവാദം കൊടുത്തു. നബിതങ്ങൾ എഴുന്നേറ്റ് പോയി പള്ളിയിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് എഴുന്നേറ്റ് പോയി നിസ്കരിച്ചു. നബിതങ്ങൾ നോക്കുമ്പോൾ നബിതങ്ങൾ സുജൂദിൽ കിടന്ന ഭാഗമെല്ലാം കരഞ്ഞ് അവിടെയെല്ലാം കണ്ണുനീർ കൊണ്ട് തളം കെട്ടിക്കിടക്കുകയാണ്. എത്രമേൽ ആ മദീനയുടെ മണവാളൻ കരഞ്ഞു കാണും. വരാനിരിക്കുന്ന പാപത്തെ പോലും ഇല്ലാതാക്കാൻ പറ്റുന്ന ജീവിതമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. കഴിഞ്ഞുപോയ പാപങ്ങളെ ഓർത്ത് പറഞ്ഞു, പക്ഷെ പാപങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യൻ. പലരും മുഹമ്മദിനെ കുറിച്ച് പറയും, പക്ഷേ പ്രവാചകത്വം എന്ന് പറയുന്ന ആ ശൃംഖലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മക്കയിൽ ഒരു ചെറുപ്പക്കാരൻ, അന്നത്തെ ഖുറൈശികളുടെ അവസ്ഥയെ പറ്റി നമുക്ക് വകതിരിവായ സമയം മുതൽ നാം എല്ലാം പല ഇൽമുകളിലൂടെ കേൾക്കുന്നവരാണ്. ഏറ്റവും വലിയ ഡാർക്ക് ഏജ് എന്നാണ് ചരിത്രകാരന്മാർ ആ സമൂഹത്തെ രേഖപ്പെടുത്തിയത്. ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിൽ വന്ന പ്രവാചകൻ. ആ പ്രവാചകൻ ആ സമൂഹത്തെ ഏറ്റവും നല്ല രീതിയിലേക്ക്, ഉത്തമ സമുദായം എന്ന് അള്ളാഹു തന്നെ പറയുന്ന രീതിയിലേക്ക് എത്തിച്ചു. നബിതങ്ങൾക്ക് ആ പ്രവാചകത്തെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ മക്കയിലെ ആളുകൾ നബിതങ്ങളെ വിളിച്ചിരുന്നത് അൽ അമീൻ എന്നാണ്. ആ ഹബീബായ തങ്ങള് ജീവിതത്തെ എത്രമേൽ സുന്ദരമാക്കാൻ പറ്റുമോ അത്രമേൽ ഒരു മനുഷ്യനെ സ്വീകരിക്കാവുന്ന രീതിയിൽ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന
ഏറ്റവും ഉത്തമമായ മാതൃക അതിന്റെ പ്രവാചകനിലാണ് എന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും പറയാം. നഖം വെട്ടുന്നത് മുതൽ നാട് ഭരിക്കുന്നത് വരെ കാണിച്ചു നൽകിയിട്ടാണ് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആയിഷ ബീവി പറയുകയാണ്, നബിതങ്ങൾ സുജൂദിൽ കിടന്ന ഭാഗം മുഴുവനും നബിതങ്ങളുടെ കണ്ണുനീരിനാൽ തടം കെട്ടിക്കിടക്കുന്നു. നബിതങ്ങൾ ഒരുപാട് ദീർഘനേരമാണ് സുജൂദിൽ കിടക്കുന്നത്. നാം എല്ലാം ഒന്ന് ചിന്തിക്കണം. പലപ്പോഴും ഹബീബായ തങ്ങൾ പറയുമായിരുന്നു, ആയിഷ ബീവി ഇങ്ങനെ ചോദിക്കും, എന്തിനാ നബിതങ്ങളെ ഇത്ര കാലിൽ നീര് വരുന്ന രീതിയിൽ ഇത്ര നീണ്ടു നിസ്കരിക്കുന്നത്? പ്രവാചകന്റെ മറുപടി ഇങ്ങനെയാണ്, പടച്ചറപ്പിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഞാനും രക്ഷപ്പെടില്ല ആയിഷ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നാം ചെയ്യുന്ന അമലുകൾ നോക്കി നാം അഹങ്കരിക്കുന്നത്? കഴിഞ്ഞു പോയ ഒരു വർഷം ഞാൻ ഇത്ര ജമാഅത്തായിട്ട് നിസ്കരിച്ചു, എനിക്ക് ഒരു വക്കത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ ഇബാദത്തിൽ ഇഖ്ലാസ് ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം. നബിതങ്ങളുടെ മറുപടിയിലേക്ക് ശ്രദ്ധിക്കുക. സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് മറുപടി കൊടുത്തത്, പടച്ചറപ്പിന്റെ കാരുണ്യമില്ലാതെ ഞാനും സ്വർഗത്തിലേക്ക് പോകില്ല എന്നാണ്. സ്വർഗീയ കവാടങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സദസ് സഹാബികൾ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ ചെവിയുടെ അടുക്കൽ വന്ന് ചോദിച്ചു, നബിയെ, അതിലൊരു കവാടത്തിലൂടെയെങ്കിലും എനിക്ക് പോകാൻ കഴിയുമോ? നബിതങ്ങൾ തിരിച്ചു കൊടുത്ത മറുപടി, നബിതങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമനായി ആദ്യമായി സ്വർഗത്തിലേക്ക് വരുന്നത് നബിതങ്ങളുടെ ഏറ്റവും ഉത്തമിത്രം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. നബിതങ്ങൾ തിരിച്ചു മറുപടി കൊടുത്തു, ഞാൻ പറഞ്ഞ എല്ലാ കവാടത്തിലൂടെയും നിനക്ക് പ്രവേശിക്കാം അബൂബക്കറെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ ഒരു വർഷത്തെ പറ്റിയല്ല, ജീവിതത്തിൽ പ്രായപൂർത്തിയായതെന്നോ അന്നു മുതൽ എൻ്റെ മുന്നിൽ താടി നരച്ചവരുണ്ട്, മുടി നരച്ചവരുണ്ട്. അവരെല്ലാം ചിന്തിക്കുക, ഞാൻ പ്രായപൂർത്തിയായത് മുതൽ ഈ നിമിഷം വരെ ഞാൻ ഇന്ന് ഈ ജുമാക്കിരുന്ന് ഈ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഈ നിമിഷം വരെ ഞാൻ എന്തെല്ലാം അമലുകൾ പടച്ചറപ്പ് സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു വെച്ചു എന്നൊന്ന് ചിന്തിക്കുക. ആ ചെയ്തതിനെ പടച്ചറപ്പ് സ്വീകരിച്ചോ അറിയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഇൽമ് എന്നിൽ ഇഖ്ലാസ് ഉള്ളതാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, എനിക്ക് ഉറപ്പില്ല. അള്ളാഹു നാം ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഹറമിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയോട് ചോദിക്കുമ്പോൾ ആയിഷ ബീവി പറഞ്ഞത്, അങ്ങനെ എന്റെ മൂലമായ സമയത്ത് നബിതങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ നിസ്കരിച്ചോട്ടെ. അങ്ങനെ നിസ്കരിക്കാൻ പോയി. നബിതങ്ങളെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അവിടെ മുഴുവൻ കണ്ണുനീര് കൊണ്ട് തളം കെട്ടിക്കിടക്കുന്നു. നബിതങ്ങൾ അന്ന് രാത്രി എന്റെ അടുക്കലേക്ക് വന്നില്ല. പിറ്റേ ദിവസം സുബ്ഹിയായപ്പോ ഹദ്റത്ത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാനായി വരികയാണ്. പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാനായി വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ വളരെ ചിന്തിച്ചിരിപ്പുണ്ടെന്തോ, കരഞ്ഞുകൊണ്ടാണ് നബിതങ്ങൾ ഇരിക്കുന്നത്. നബിതങ്ങളുടെ അടുക്കൽ നബിതങ്ങളുടെ വാസന കിട്ടിയാൽ അവിടേക്ക് ഓടി ചെല്ലുന്ന പ്രവാചകന്റെ ഏറ്റവും വലിയ അടുപ്പമുള്ളയാൾ, എന്റെ ഉമ്മയുടെ വാരിപ്പുണരലിന് ശേഷം എനിക്കൊരു വാരിപ്പുണരൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂമൂത്തിന്റെ അടുക്കൽ നിന്നാണ് എന്ന് പറഞ്ഞ് ബിലാൽ ഇബ്നു റബാഹ് ഓടിച്ചെന്നു ആ പ്രവാചകന്റെ അടുക്കലേക്ക്. എന്തിനാ ഇങ്ങനെ സങ്കടത്തിൽ ആഴ്ന്നിരിക്കുന്നത്? നബിതങ്ങളോട് ചോദിക്കുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, ഇന്നലെ എനിക്കൊരായത്തിറങ്ങി, ആയത്തിനെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. ആയത്തിതാണ്, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പറ്റി, അതുപോലെ തന്നെ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, പകലും രാത്രിയും മാറി മാറി വരുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൽ ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന ആ ആയത്തിനെ പറ്റി നബിതങ്ങള് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ഓർത്തോർത്ത് നിന്ന് കരയുകയാണ്. എത്ര തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, എത്ര തവണ യാസീൻ ഓതി. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഓതിയിരിക്കുന്നത് യാസീൻ ആയിരിക്കാം. യാസീൻ സൂറത്തിന്റെ ഒരു 3 ആയത്തിന്റെ അർത്ഥം എന്റെ മുന്നിൽ നിന്ന് ഒന്ന് നഫ്സിനോട് തന്നെ ചോദിച്ചു നോക്കുക, എനിക്ക് അർത്ഥം അറിയാമോ?
ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഓതിരിക്കുന്നത് ഫാത്തിഹ ആയിരിക്കാം. അങ്ങനെ തന്നെയാണ് ഫാത്തിഹ. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം തെറ്റില്ലാതെ പറയാൻ എനിക്ക് കഴിയുമോ എന്ന് നിങ്ങളുടെ നഫ്സിനോട് തന്നെ നിങ്ങളൊന്ന് ചോദിക്കുക. ഒരു രാത്രി മുഴുവൻ മാറ്റിവെക്കുകയാണ് ഒരു ആയത്തിന് വേണ്ടി നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹറമിലേക്ക് കടക്കുമ്പോൾ നാം എല്ലാം ഒന്ന് നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം, തസ്കിയത്ത് നടത്തണം. കാര്യമായി ഒന്ന് കൊടുക്കുക. കുറെ നാളുകളായി ഇപ്പൊ പറഞ്ഞിട്ട്, അതുകൊണ്ട് ചില കുറവ് വരുന്നുണ്ട്. ആരും ഉറങ്ങിക്കരുത്. ഇൻഷാല്ലാ എല്ലാവരും മാറ്റി വെക്കുക അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുഹറമിലേക്ക് കടക്കുമ്പോൾ, പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും നമ്മെ തന്നെ ഒന്ന് ആത്മസംസ്കരണം നടത്തണം. എന്തെല്ലാം സുന്നത്ത് നിസ്കരിക്കാത്ത ദിവസങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയതെങ്കിൽ ആ സുന്നത്തിന് പിൻപറ്റാൻ നാം ഈ വരുന്ന വർഷത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പോരായ്മകൾ എന്തൊക്കെ വന്നു എന്ന് നാം തന്നെ പരിശോധിക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, ഹാസിബു ഖബ്ല അൻ തുഹാസബു, വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി സ്വയമായി ഒന്ന് വിചാരണ ചെയ്യണം. സ്വയമായി ഞാൻ എന്തൊക്കെ ചെയ്തു, എന്റെ ഇത്രയും കാലത്തെ ജീവിതം, എനിക്ക് 24 വയസ്സായി, പ്രായപൂർത്തിയായത് മുതൽ ഞാൻ ഈ നിമിഷം വരെ പടച്ചറപ്പിന്റെ പാതയിലല്ലാത്ത ഹബീബായ തങ്ങൾക്കെതിരായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്റെ എത്രമാത്രം നിസ്കാരം പാഴായി, എന്റെ സുന്നത്തുകൾ എത്ര പാഴായി എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ആദ്യം എന്നോട് വസിയത്ത് ചെയ്യുന്നു. അതുകൊണ്ട് അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസത്തിലേക്കാണ് നാം പോകുന്നതും അതുപോലെ ഈ പവിത്രമായ മാസത്തിൽ നിന്ന് നാം വിരമിക്കുകയും ചെയ്യുകയാണ്. 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കി. ആദ്യം മോദി വെച്ച ആയത്തിന്റെ അർത്ഥത്തിലേക്ക് വരുന്നു. അള്ളാഹു ഈ ആകാശഭൂമിയെ സൃഷ്ടിച്ച ദിവസം തന്നെ കാലത്തെയും സൃഷ്ടിച്ചിരിക്കുകയാണ്. 12 ശഹറൻ ഫീ കിതാബില്ലാഹ്, 12 മാസങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു. അതിൽ നിന്ന് 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങളിൽ 2 എണ്ണത്തിലൂടെ നാം ഇപ്പോൾ കടന്നുപോയി. 2 എണ്ണം അവസാനിക്കാറാകുന്നു. ഒന്ന് ദുൽഖഅദാണ്, 2 ദുൽഹജ്ജാണ്. മൂന്നാമത്തേതിലേക്ക് നാം ഇതാ അടുത്ത ബുധനോ വ്യാഴമോ പ്രവേശിക്കുന്നു, മുഹറം 1ലേക്ക്. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, പിന്നെ റജബാണ്. ഇങ്ങനെ 4 മാസങ്ങളെ അള്ളാഹു പവിത്രമാക്കി. മുഹറത്തിനെ പറ്റി പറയപ്പെടുന്നത് ശഹറുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്നാണ്. കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുക. മുഹറമില് അന്ധവിശ്വാസങ്ങളൊന്നും കടത്തിക്കൂട്ടാതിരിക്കുക. ചിലർ പറയും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളാണ് ആദ്യത്തെ 10. പണ്ടുള്ള ആളുകള് ഈ ആദ്യത്തെ 10നെ പരിഗണിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുമായിരുന്നു. നോമ്പ് പിടിക്കാൻ നല്ല ദിവസമാണ് മുഹറമിലെ ആദ്യത്തെ 10. നോമ്പ് പിടിക്കുമ്പോൾ ഒന്നിനും പറ്റില്ല, പലരും ശ്രമിച്ചാലും പലരേക്കും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ പണ്ടുള്ളവര് അങ്ങനെ പരിപാടികളൊന്നും നടത്തിയില്ല. അത് പിന്നെ അന്ധവിശ്വാസമായി മാറി. മുഹറം ആദ്യത്തെ 10 നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് മുഹറമിലെ ആദ്യത്തെ 10 എത്ര ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ, എത്ര നോമ്പ് പിടിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. താസുആ, ആശൂറാന്റെ ദിവസങ്ങളിലേക്ക് എല്ലാം നാം അടുക്കുകയാണ്. പവിത്രമായ ദിവസം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഹറം 10 നോമ്പ് പിടിക്കാനും നബി തങ്ങൾ പിടിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, വരുന്ന വർഷങ്ങളെ, എന്റെ മരണത്തിലേക്കാണ് ഞാൻ അടുക്കുന്നത്, എനിക്ക് നന്നായി ജീവിക്കണം, ഞാൻ ചെയ്താൽ എന്റെ ഖബറിലേക്കാണ് എന്നുള്ള രീതിയിൽ ജീവിക്കുക. ഞാൻ പോകുമ്പോ എന്റെ ഭാര്യ നരകത്തിലേക്ക് പോകാൻ പാടില്ല, എന്റെ മക്കള് പോകാൻ പാടില്ല. ഞാൻ ഒരു ഉത്തമനായി അള്ളാഹുവിന്റെ മുന്നില് ഇഖ്ലാസോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നന്മകൾ ചെയ്ത് ജീവിക്കുക. നന്മകൾ ചെയ്യാൻ പറ്റുന്ന ദിവസം വരുമ്പോൾ അത് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുപോലെ മുഹറം 10ന്റെ ആദ്യത്തെ ദിവസത്തിലെല്ലാം കുറെ അമലുകൾ ചെയ്യുക. മുഹറം 10ന്റെ ആ ദിവസത്തിൽ നടന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. ഫിർഔനിന്റെ ഏറ്റവും വലിയ നിഗൂഢമായ അവന്റെ കാര്യങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രക്ഷ നൽകിയ ദിവസമാണ് മുഹറം 10. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും
അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഒരു പിറവി കൊടുത്തത് മുഹറം 10-നായിരുന്നു. നബി തങ്ങൾ പറയുന്നുണ്ട്, ആ മുഹറം 10 യൂനുസ് നബി അലൈഹിസ്സലാമിനെ അങ്ങനെ രക്ഷപ്പെടുത്തി. യൂനുസ് നബിയുടെ ഒരു ദുആ ഉണ്ട്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇന്നി കലിമത്തുൻ, എൻ്റെ അടുക്കൽ ഒരു കലിമത്തുണ്ട്. ആ കലിമത്ത് പ്രയാസമുള്ളപ്പോൾ പറഞ്ഞാൽ അള്ളാഹു ആ പ്രയാസത്തെ കാണും. ദുഃഖമുള്ളപ്പോൾ അത് കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഹബീബായ തങ്ങൾ. മുഹറം 10-ന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നത് പറഞ്ഞുകൊണ്ടിരിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. എത്രയെല്ലാം നന്മകൾ ചെയ്യാൻ പറ്റുമോ അത്രയെല്ലാം നന്മകൾ ചെയ്യുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി മുഅ്മിനായി ലോകത്ത് ജീവിക്കാനും മുഅ്മിനായി ലോകത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉറക്കെ ഉച്ചരിച്ച് സ്വർഗം കണ്ടു മരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ സ്വർഗത്തിലേക്ക് പോയി, സ്വർഗത്തിന് താഴെ തട്ടല്ല, ഏറ്റവും ഉയർന്ന തട്ട് തന്നെ, അതും ജന്നാത്തുൽ ഫിർദൗസ് തന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക. കാരണം ആ ജന്നാത്തുൽ ഫിർദൗസിനെ കൊതിച്ചിട്ടല്ല, മറിച്ച് എന്റെ ഇതെല്ലാം പഠിപ്പിച്ച എന്റെ ലോകൈക ഗുരു, നമ്മുടെ കരളിന്റെ കഷ്ണം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നാത്തുൽ ഫിർദൗസിലാണ്. എനിക്ക് അവിടെ ഒരു അടുത്ത് ദൂരെ നിന്ന് കാണാനെങ്കിലും പറ്റുന്ന ഒരു സീറ്റ് തരണം അല്ലാഹ് എന്ന് ചോദിക്കണം. പിന്നെ ഒരാഗ്രഹം അതിന് മേൽ വെക്കേണ്ടത് എന്റെ റബ്ബിനെ കാണണം. സ്വർഗം പോലും മറന്നു പോകുന്ന അവസ്ഥയാണ് പടച്ച റബ്ബ്. സ്വർഗത്തെ പറ്റി വിവരിക്കാൻ പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തല്ലോ. ഒരു മനുഷ്യന്റെ സങ്കല്പത്തിനും അപ്പുറമാണ് സ്വർഗം. എങ്കിൽ ആ സ്വർഗം പോലും മറന്നു പോകുമെങ്കിൽ അള്ളാഹുവിന്റെ സൗന്ദര്യം ആ സ്വർഗത്തെക്കാൾ വലുതാണ് എന്ന് ചിന്തിക്കുകയും അത് ചോദിക്കുകയും ചെയ്യുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനും മുഅ്മിനായി ലോകത്ത് ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.